ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ആഫ്റ്റർനൂൺ വ്ളോഗാണ്. ഉച്ച കഴിഞ്ഞുള്ള എൻ്റെ ഒരു വർക്കൗട്ട് റൂട്ടീനും അതുപോലെ ഒന്ന് പുറത്തു പോയിരുന്നു, ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ ലാസ്റ്റ് നമ്മളൊരു അൺബോക്സിങ്ങും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വ്ളോഗായിരിക്കും, കണ്ടു നോക്കുക കേട്ടോ. അപ്പം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ളൊരു മീൽ, അതായത് ചായയുടെ സമയത്തൊക്കെ കഴിക്കുന്ന, വർക്കൗട്ട് ചെയ്യുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ കഴിക്കുന്നതാണ് സ്റ്റീംഡ് ബനാന, ഏത്തപ്പഴം പുഴുങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ ഏത്തപ്പഴമൊക്കെ നമ്മൾ ഡയറ്റ് ചെയ്യുന്നവർ എടുക്കുമോ എന്ന് ആലോചിക്കും അല്ലേ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ അനാവശ്യ ഫുഡുകളെല്ലാം തന്നെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള കാലറി റിച്ച് ആയിട്ടുള്ള ഫുഡ് എടുത്താലും കുഴപ്പമില്ല എന്നാണ് ശരിക്കും പറയുന്നത്. അപ്പം ഇപ്പം ഞാൻ തന്നെയാണെങ്കിൽ ചായ, കാപ്പി, അതല്ലെങ്കിൽ സ്വീറ്റ്സ്, ചോക്ലേറ്റ്സ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഏത്തപ്പഴം പുഴുങ്ങിയത് നല്ലൊരു പ്രീ വർക്കൗട്ട് മീലാണ്. അപ്പോൾ അതിനുശേഷം അത്യാവശ്യം ഒരുപാട് ഹെക്റ്റിക്കല്ല, എന്നാലും നമ്മളൊന്ന് സ്വെറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വർക്കൗട്ടുകളാണ് ചെയ്യുന്നത്. ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 15 മിനിറ്റ്സ് ഒക്കെ വരുന്ന വർക്കൗട്ട്സ്. അതിനുശേഷം നമ്മളൊന്ന് പുറത്ത് പോവാണ്. പെട്ടെന്ന് തീരുമാനിച്ചൊരു ഔട്ടിംഗ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒന്ന് പ്രോപ്പറായിട്ട് കൂൾ ഡൗൺ ചെയ്യാൻ കൂടി സമയം കിട്ടിയില്ല. പിന്നെ ഒരുപാട് ലേറ്റ് ആവുന്നതുകൊണ്ട് വേഗം തന്നെ പോവുകയാണ് കേട്ടോ. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പാൻട്രി ക്ലീനിങ് ചെയ്തത് കാണിച്ചിരുന്നില്ലേ, അപ്പം അതിൻ്റെ ഓർഗനൈസിങ് ഞാൻ ഈ വൈകിട്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതെന്തായാലും നടന്നില്ല. അപ്പോൾ അതൊരു പെൻഡിങ് ആയിട്ട് അവിടെ തന്നെ സാധനങ്ങളൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി അതൊന്നും ആലോചിക്കുന്നില്ല, എന്തായാലും പുറത്ത് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ പിന്നെ വേഗം തന്നെ സ്ഥലം വിടാണ്. ഇതിന് മുന്നേ ഞാൻ സാറ്റർഡേയ്സ് പോയിട്ടുണ്ട്, സൺഡേ പോയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴൊക്കെ സൂചി കുത്താനിടയില്ലാത്ത പോലെ തിരക്കാണ് കേട്ടോ. കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നത് ഫ്രൈഡേ ഈവനിങ് ആണ് കുറച്ചുകൂടി തിരക്ക് കുറവും ഒന്ന് സമാധാനത്തിൽ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം. അതല്ലെങ്കിൽ പിന്നെ സാറ്റർഡേ ആൻഡ് സൺഡേ മോർണിംഗ് പോകണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ പർച്ചേസിംഗ് ഒക്കെ തുടങ്ങി. ഓൺലൈൻ വെബ് സ്റ്റോർ വഴി ഞാൻ ഓൾറെഡി ആവശ്യത്തിന് സാധനങ്ങൾ പർച്ചേസ് ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഷോപ്പിംഗ് വളരെ കുറവായിരുന്നു. ഫ്രൂട്ട്സ് ഐറ്റംസ്, ചീര, അതൊക്കെയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ പുതിയ ഡെക്കറേഷൻസാണ് ക്രിസ്മസ് സ്പെഷ്യൽ. നല്ല രസമായിട്ടുണ്ട് അല്ലേ. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം വീണ്ടും നമ്മളുടെ ഡെക്കറേഷൻസ് കണ്ട് കുറച്ച് നേരം ആസ്വദിച്ച് നിന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ ഡെക്കറേഷൻസ്. നമ്മൾ ഈ ഡയറ്റ് ചെയ്യുമ്പോൾ പുറത്ത് പോകുന്നത് ഒരു വലിയ ചാലഞ്ചാണ്. കാരണം നമുക്ക് ഒരുവിധപ്പെട്ട ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഡയറ്റിൽ വൈകിട്ട് എനിക്ക് അരിയാഹാരം 2 അപ്പം അല്ലെങ്കിൽ 2 ദോശ അങ്ങനെ കഴിക്കാൻ പറ്റുമായിരുന്നു. അപ്പം ഞാൻ പാരഗണിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഫുഡ് കോർട്ടിലുണ്ട്, സൽക്കാര എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നിന്ന് 2 അപ്പവും പിന്നെ കുറച്ച് 2 പീസ് ചിക്കൻ കറി കിട്ടുന്ന രീതിയിലൊരു കോംബോ മീൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു കേട്ടോ എടുത്തത്. പിന്നെ ഒരുപാട് ലേറ്റ് ആയില്ല. കുട്ടികൾക്ക് അപ്പോൾ അന്ന് പിസ്സ പാഴ്സൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഡോമിനോസിൽ നിന്ന് പിസ്സയും വാങ്ങിച്ചിട്ടാണ് അന്ന് തിരിച്ചു പോകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ വാങ്ങിയ ഐറ്റത്തിൻ്റെ അൺബോക്സിംഗ് ഒന്ന് കാണാം അല്ലേ. ദാ ഈ നോൺ സ്റ്റിക്കിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ വാങ്ങിയത്. പിജിയൺ ബ്രാൻഡിൻ്റെയാണ്, ഇൻഡക്ഷൻ ബേസുള്ള നല്ലൊരു സെറ്റായിട്ട് എനിക്ക് തോന്നി. ആദ്യം ഞാൻ സെപ്പറേറ്റ് ആയിട്ടുള്ള തവയാണ് കേട്ടോ എടുത്തത്. പക്ഷേ പിന്നെ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു കോംബോ ഓഫർ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു ഓഫറായിരുന്നു. അതിൻ്റെ MRP 2800 ആണെങ്കിലും പിന്നെ അതിന് നമുക്ക് കൊടുക്കേണ്ട ഓഫർ റേറ്റ് കിട്ടിയത് ഒരു 1300 അങ്ങനെ എന്തോ. ഇതിൽ 3 തവ കിട്ടിയായിരുന്നു. പിന്നെ ഒരു ലിഡാണ് എല്ലാത്തിനും, 3നും കൂടിയുള്ളത്. ഒരു കോമൺ ലിഡാണ് കേട്ടോ.
അപ്പോൾ നോൺ സ്റ്റിക്ക് എന്തിനാണ് വാങ്ങിയത് എന്ന് പലർക്കും ചോദ്യം ഉണ്ടാവും. കാര്യം അത്ര ഹെൽത്തി അല്ല, പക്ഷേ എങ്കിൽ കൂടിയും നമ്മൾ ചില സമയത്ത് നമ്മൾ ധൃതി പിടിച്ചൊക്കെ ചെയ്യുന്ന സമയത്ത് നോൺ സ്റ്റിക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പൂർണ്ണമായി ഒഴിവാക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ അത് പുതിയത് വാങ്ങിയില്ലെങ്കിൽ ഞാൻ വീണ്ടും പഴയത് കണ്ടിന്യൂ ചെയ്യും. അപ്പം അതെന്തായാലും ഞാൻ നേരത്തെ കാണിച്ച പോലെ ഒരുപാട് സ്ക്രാച്ചസ് ഒക്കെ വീണിട്ടുള്ളതുകൊണ്ട് മാറ്റാതെ നിവൃത്തിയില്ല. ഇങ്ങനെ ഒരു ലിഡാണ് ആദ്യം വരുന്നത്. അപ്പോൾ ഈ ഒരു ലിഡ് കോമൺ ആയിട്ട് വരുന്നതാണ്. മൂന്ന് പാനാണ്. ഒന്ന് ദോശ പാൻ, പിന്നൊന്ന് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇച്ചിരി കുഴിയുള്ള ഒരു പാൻ, പിന്നെ ഒരു കടായി. പക്ഷേ ഈ മൂന്നിനും കൂടിയിട്ട് ഈ ലിഡ് കറക്റ്റായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു കാസ്റ്റ് അയണിൻ്റെ ദോശ തവയും കൂടി വാങ്ങിയിരുന്നു കേട്ടോ. അത് കുറച്ച് മുന്നേ വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ എടുത്തു വെച്ചിരുന്നു. അപ്പോൾ ഏതായാലും അൺബോക്സിങ് കാണിക്കല്ലേ, അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങും കൂടി കാണിക്കാം. അപ്പോൾ ദാ ഇങ്ങനൊരു പാക്കിങ്ങിലാണ് നമ്മുടെ മേയറിൻ്റെ കാസ്റ്റ് അയൺ ദോശത്തവ വരുന്നത്. അപ്പോൾ ഓൾറെഡി സീസൺഡ് വിത്ത് 100% വെജിറ്റബിൾ ഓയിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ മേയർ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നല്ലൊരു ബ്രാൻഡാണ്. ലോഡ്ജ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അടുത്തതായിട്ട് വരുന്നത് മേയറാണ്. അപ്പം എന്തായാലും എനിക്ക് വാങ്ങുമ്പോൾ ഒരു നല്ല ബ്രാൻഡിൻ്റെ തന്നെ വാങ്ങണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് റേറ്റ് ഇച്ചിരി ഹയർ ആണെങ്കിലും ഞാനിത് തന്നെ സെലക്ട് ചെയ്തു. കാരണം ഇനി എനിക്കൊരു അബദ്ധം വരാതെ ലാസ്റ്റ് ചെയ്യുന്ന നല്ലൊരു പാൻ തന്നെ തവ തന്നെ വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ദോശത്തവ. അപ്പോൾ ഇതിനൊരു ഹാൻഡിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ചൂട് നമ്മുടെ കയ്യിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഹാൻഡിലിനൊരു കവറുണ്ട്. പക്ഷേ ഞാൻ യൂസ് ചെയ്തപ്പോഴത്തേനും ഈ കവറൊന്നും ഇടേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ ഈ ഹാൻഡിലിന് അത്ര ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കണ്ടില്ലേ, ഇതിങ്ങനെ ഒരു ഹാൻഡിൽ പോലെ. പക്ഷേ ആ ഹാൻഡിൽ യൂസ് ചെയ്യാൻ എനിക്ക് അത്ര വലിയൊരു താല്പര്യം തോന്നുന്നില്ല. അതല്ലാതെ തന്നെ അതിന് അത്ര വലിയ ചൂടൊന്നും വരുന്നില്ല കേട്ടോ. സീസൺഡായിട്ട് കിട്ടിയതാണെങ്കിലും ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴത്തേനും എല്ലാവരും ഒന്നുകൂടി ഒന്ന് സീസൺ ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതേപോലെ തന്നെ ഫോളോ ചെയ്യാം. സോപ്പ് യൂസ് ചെയ്തില്ല. ഞാനിവിടെ ഇച്ചിരി കടലമാവ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ശേഷം നല്ലപോലെ ഇതൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ നല്ലെണ്ണ ഇട്ടിട്ട് നല്ലപോലെ സീസൺ ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ ശരിക്കും ഒരു 2-3 തവണയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ സീസൺഡ് ആവുമെന്നാണ് പറയുന്നത്. ഞാൻ ഒറ്റ തവണയേ ചെയ്തുള്ളൂ, കാരണം പ്രീ സീസൺഡ് ആയിട്ട് വന്ന തവയാണല്ലോ. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ഗോതമ്പ് ദോശയാണ് കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് കാസ്റ്റ് അയൺ തവയായിട്ട് നല്ല ബാഡ് എക്സ്പീരിയൻസ് ആണുള്ളത്. ഞാൻ എപ്പോൾ ദോശ ഉണ്ടാക്കിയാലും അടി പിടിച്ച് തന്നെ കിട്ടുമായിരുന്നു. അപ്പം ഇപ്രാവശ്യം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ എനിക്ക് ദോശ ഉണ്ടാക്കി. അതിനുശേഷം ഞാൻ ഒരുപാട് പ്രാവശ്യം ദോശയൊക്കെ ഉണ്ടാക്കി നല്ല നൈസായിട്ട് തന്നെ കിട്ടി കേട്ടോ. അപ്പോൾ ഫ്രൈഡേയിലെ വിശേഷങ്ങളും ഷോപ്പിങ്ങും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് മറ്റു വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും ബൈ.